ഹലോ നമസ്കാരം, ഞാൻ സജിനി റജി. സജിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഈ ജൂലൈ മാസത്തിൽ നമുക്ക് നട്ടു വളർത്തേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം നമുക്കെല്ലാവർക്കും ഈ സമയത്ത് നട്ടു വളർത്തിയാൽ മാത്രമേ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ നമുക്ക് പച്ചക്കറികൾ ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കതിനായിട്ട് എല്ലാവർക്കും ഒരുപോലെ കൈകോർത്ത് നമുക്ക് പച്ചക്കറികൾ നടാം. അപ്പം നമുക്ക് ഞാൻ എന്തൊക്കെയാണ് പച്ചക്കറി തൈകൾ നടുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, നമ്മൾ പാകി കിളിപ്പിച്ച നമ്മുടെ മുളകിൻ്റെ തൈയാണ് ഇത്. ജൂലൈ മാസത്തിൽ നമുക്ക് നടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് നമ്മുടെ മുളകെന്ന് പറയുന്നത്. ആ മുളക് അപ്പം നമുക്ക് ഇതിച്ചിരി വളർന്നു പോയി. നമ്മുടെ മഴയായത് കാരണമാണ് നമുക്ക് പറിച്ച് നടാനായിട്ട് സാധിച്ചില്ല. അപ്പം അതിന് ശേഷം ഞാൻ പാകി കിളിപ്പിച്ചതാണ് ഇത്. ഈ പരുവമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയ പരുവം. എല്ലാം മഴ കാരണം എല്ലാം പോയി. ഇനി ആദ്യം മുതൽ ഒന്നേന്ന് നട്ട് വരണം. അപ്പോൾ നോക്കി ഞാനിവിടെ പഴയ എടുത്ത് നമ്മുടെ ഒരു ഗ്രോ ബാഗാണ് ഇത്. നമ്മുടെ സിമെൻറ്റ് വരുന്ന ചാക്കിനകത്താണ് നമ്മൾ നിറച്ച് വെച്ചിരിക്കുന്നതാണ് മണ്ണൊക്കെ. അപ്പം അത്യാവശ്യം നല്ല ഇളക്കമുള്ള മണ്ണാണിത്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഈ മുളകിൻ്റെ തൈ നമുക്ക് നട്ടു കൊടുക്കാം. ഞാൻ 2 മുളകിൻ്റെ തൈ വെച്ചാണ് നടുന്നത്. അപ്പം നമുക്ക് നട്ടു കൊടുക്കാം. നമുക്ക് നേരത്തെ ഇതിന് വളമൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു. പിന്നെ ഇനി ഇത് നമുക്കൊന്നിൻ്റെ ചുവടൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളമിട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിനകത്ത് നമ്മുടെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഗ്രോ ബാഗാണ് ഇത് കേട്ടോ. അപ്പം അതിലേക്കാണ് നമ്മൾ നട്ടത്. നിങ്ങൾ ഓർക്കരുത് ഞാനൊരു നമ്മുടെ വളമൊന്നും ഇടാതാണ് ചെയ്തതെന്ന് ഓർക്കരുത്. നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ചൂടൊക്കെ പിടിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് വളം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീടുകളിൽ നമ്മളൊരു 5 ഗ്രോ ബാഗിലെങ്കിലും നമുക്ക് പച്ചമുളക് നട്ടു കൊടുക്കും. ഒന്നുകൂടെ ഞാൻ 2 പച്ചമുളക് കൂടെ ഇതിലേക്ക് നട്ടു കൊടുക്കുകയാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം മാത്രം മതി ഇനി അടുത്ത വളം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഒരു 5 ചുവടെങ്കിലും ഒരു വീട്ടിൽ പച്ചമുളക് നമ്മൾ നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് പച്ചമുളക് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തായിട്ട് എടുത്തിട്ടുള്ളത് പയർ വിത്താണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല നീളമുള്ള പയറിൻ്റെ വിത്താണിത്. ഇത് നമുക്ക് ഏത് സമയത്തും, അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ നട്ടു വളർത്താവുന്ന ഒന്നാണ്. നോക്കി, അപ്പം നമ്മളിത് നടാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മളൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കൈയുടെ ഇത്രയും നീളം മതി ഇതിന് നമ്മൾ കുത്തി കൊടുക്കാൻ കേട്ടോ. കൂടുതൽ ഇതിന് ആഴമൊന്നും വേണ്ട. നോക്കി, നമ്മുടെ പയറോളം തന്നെ അതിന് നീളം മതി കേട്ടോ. ഇത് കുഴി കുത്തുന്നത്. അപ്പം 4 നമ്മൾ വിത്ത് പാകിയിട്ടുണ്ട്. അപ്പം എല്ലാ വിത്തും പാകി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്തി ആയി പോവും. അപ്പം ഞാനിത് നിങ്ങൾ 4 ഇട്ട് കാണിക്കുന്നേ ഉള്ളൂ. അപ്പം അടുത്തതായി നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് ചീമപ്പയർ എന്ന് പറയും. ഓക്കെ, ചീമപ്പയർ ഞാൻ ഗ്രോ ബാഗ് നട്ടിരിക്കുകയാണ്. അത് പടർന്ന് കയറിയേക്കുവാണ് കേട്ടോ. അപ്പം തറയിൽ നടുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടുന്ന ഒന്നാണ്. നോക്കിയേ, ഇതാണ് നമുക്ക് എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒന്നാണ് ചീമപ്പയർ എന്ന് പറയാം, വാളരിപ്പയർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിന് കായ്ഫലം കിട്ടുന്നതാണ്. നമ്മൾ നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. എനിക്കിവിടെ ഒരു 2 മൂട് ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്തതായി നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നിത്യവഴുതനയാണ് കേട്ടോ. ഇത് നല്ല ഹൈബ്രിഡ് നിത്യവഴുതനയാണ്. 4 ടൈപ്പിലുള്ള നിത്യവഴുതനയുണ്ട്. ഹൈബ്രിഡുണ്ട്, നാടനുണ്ട്, അതുപോലെ വയലറ്റ് ഉണ്ട്. ഇതിനകത്തെ വിത്തെന്ന് പറയുന്നത് വൈറ്റ് വിത്തുള്ളതുണ്ട്. അതൊന്ന് നോക്കി, ആവശ്യത്തിന് നമുക്ക് കായ്ക്കുന്ന ഒന്നാണ് കേട്ടോ നിത്യവഴുതന. നിത്യവും നമുക്ക് ഇത് കിട്ടും. നല്ല ടേസ്റ്റാണ് ഇത് മെഴുക്കോട്ട് വെക്കാനും തോരൻ വെക്കാനൊക്കെ. ഇത് പ്രഷറിനെ, നിത്യവഴുതനങ്ങ പ്രഷർ കുറയ്ക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. അത്യാവശ്യം വേണ്ട ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളിയും ഈ സമയത്ത് നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. എൻ്റെ മഴക്കാലത്ത് ഞാൻ ഇത് നട്ടതാണ്. ഒരു വെറൈറ്റിയിലുള്ള ഒരു തക്കാളിയാണ്. ഇതങ്ങ് ശോഷിച്ചൊക്കെ പോയി നിൽക്കുവാണ്. ഇതിനെ ഞാൻ പച്ച പിടിപ്പിച്ച് എടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് നമുക്ക് തക്കാളിയും നട്ടു വളർത്താവുന്നതാണ്. ഞാൻ പാകിയ തക്കാളിയെല്ലാം ഉണ്ടല്ലോ, ഈ മഴക്കാലത്ത് അതങ്ങ് എല്ലാം ചീഞ്ഞു പോയേ. പിന്നെ 1 2 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. അത് ഞാനൊന്ന് കാണിക്കും. ഞാൻ തക്കാളി നട്ടതാണിത്. നമുക്കിനി തക്കാളി ഇന്ന് പാകണം. അതൊന്ന് പാകി കിളിപ്പിച്ചാലേ ഇനി നമുക്ക് തക്കാളി എടുത്ത് നമുക്ക് നടാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് കണ്ട എൻ്റെ തിങ്ങി ഒരു ഗ്രോ ബാഗിനകത്ത് നിറച്ച് ഒത്തിരി വിത്തുകളങ്ങ് പൊട്ടി മുളച്ച് നിൽക്കുന്ന എൻ്റെ അലോവേരയാണ്. നോക്കിയാൽ ഈ ടൈപ്പിലുള്ള നിറച്ചും അതിൻ്റെ തൈകൾ കുരുകുരുകുരുകുനാന്നുള്ള തൈകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുക. നോക്കിയ തൈകൾ ഇതിന് ഇനിയും കിളുക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്നറിയത്തില്ലേ. ഉണ്ടോ?
നമ്മുടെ ഈ മാസം നട്ട് വളർത്താവുന്ന ഒന്നാണ് നമ്മുടെ വഴുതന എന്ന് പറയുന്നത്. വഴുതന പല ടൈപ്പിലുള്ള വഴുതനയുണ്ട്. ഇത് നമുക്കൊരു ഇളം വയലറ്റ് നിറത്തിലുള്ള ചെറിയ ഒരു ഉണ്ടയല്ല, ചെറിയൊരു നീളമുള്ള വഴുതനയാണിത്. അപ്പം എൻ്റെ വഴുതനയൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം അങ്ങ് പോയി. ഇപ്പം ഞാൻ നട്ട് വെച്ചിരുന്നതാണ് ഈ വഴുതന. ഇത്രയും ആയിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം അടുത്തത് നമ്മുടെ ഈ മാസം നമുക്ക് നട്ട് വളർത്താവുന്ന ഒന്നാണ് വെണ്ട എന്ന് പറയുന്നത്. വെണ്ട ഇത് നോക്കിയാൽ ഇത് ഒരുമാതിരി നല്ല മരവെണ്ട പോലിരിക്കുന്ന വെണ്ടയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. നോക്കി ഇതിനകത്തേലൊക്കെ റൗണ്ട് കണ്ടോ, ഇതേ വന്നിരിക്കുന്ന ഒരു സൈസ് വണ്ടാണ്, കളർഫുള്ളായിട്ടുള്ള വണ്ടുണ്ടല്ലോ, അതാണ് ഇതിൽ വന്നിരുന്നത്. ഇതിൻ്റെ ഇലയെല്ലാം പിന്നെ നശിപ്പി. നോക്കി ഇതെല്ലാം നല്ല നിറച്ചും പൂക്കളൊക്കെ വരുന്നുണ്ട്. നോക്കിയേ ഉണ്ടോ, ദൈവത്തോട്ട് നോക്കിയേ ഉണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന വെണ്ടയാണിത്. അപ്പം നമുക്ക് ഒരു 4-5 മൂട് വെണ്ടയുണ്ട്, ഇവിടെ വെണ്ടച്ചൂടുണ്ട്. നോക്കിയേ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മുടെ വീടുകളിലും വെണ്ടയും ഈ മാസം നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് തുവരയും നട്ടു വളർത്താവുന്ന ഒന്നാണ് കേട്ടോ. എൻ്റെ തുവരയൊക്കെ ഇത്രയുമായി. പണ്ട് കാലത്ത് എല്ലാവരും നല്ലതുപോലെ തുമര കൃഷിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളിന്ന് അന്യമായി പോയിട്ടുള്ളതാണ് ഈ തുവരയൊക്കെ കേട്ടോ. അപ്പം ഇത് നമുക്ക് പൊളിച്ച് അതിൻ്റെ തോരൻ വെക്കാവുന്നതാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നട്ടു വളർത്താൻ പറ്റാത്ത ഒന്നാണ് ചീര എന്ന് പറയുന്നത്. ഈ ചീര മുഴുവനും ഇലപ്പുള്ളി രോഗമാണ് കണ്ടോ. ഇത് മുഴുവനും ഇലപ്പുള്ളി രോഗമായതുകൊണ്ട് നമുക്കിപ്പം നട്ടു വളർത്താൻ പറ്റത്തില്ല ഇത് കേട്ടോ. അത് ഇച്ചിരി മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഒരു വെയിലൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് ചീര നട്ടു കൊടുക്കാമേ. അപ്പോൾ നോക്കി അതുപോലെ തന്നെ നമുക്ക് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ചോളം. ഓക്കെ, ഈ ചോളം ഇപ്പം നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ബാഗിനകത്തോട്ട് ഞാൻ 5 ചോളം വിത്തുണ്ട്. അത് നമുക്ക് നട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കിളുത്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് പറിച്ച് നട്ടാൽ കിളുക്കത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ 2 നമുക്ക് കൊടുക്കാം. 2 നട്ടിട്ടുണ്ടേ. അപ്പോൾ ഇതും നമ്മുടെ ഇപ്പം പറ്റിയ സമയമാണ് നട്ടു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വെള്ളരിയെ, മത്തനെ, ഇതെല്ലാം നമുക്ക് ഇപ്പം കുമ്പളമേ എല്ലാം പാകി കിളിപ്പിക്കാൻ പറ്റിയ സമയമാണിത് കേട്ടോ. ഇതെല്ലാം ഇപ്പം നമുക്ക് നടാൻ പറ്റിയ സമയമാണ്. അതായത് കുക്കുംബർ എല്ലാം നമുക്ക് നടാൻ പറ്റുന്ന സമയമാണ്. ഇത് ഞാനിത് കാണിക്കാൻ വിട്ടുപോയി അന്നേരം. ഇതാണ് നമ്മുടെ വെള്ള, അതായത് വിത്ത് വെള്ളയായിട്ടുള്ള നിത്യവഴുതന കണ്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ ഓരോന്ന് ഈ സമയത്ത് ജൂലൈ മാസത്തിൽ ഇതുപോലെ കൃഷി ചെയ്താൽ നമുക്ക് നമ്മുടെ ഓണം ആകുമ്പോഴത്തേനും നമുക്ക് നല്ലതുപോലെ വിളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളും എല്ലാം ഇപ്പം നടാൻ പറ്റിയ ടൈമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.